എല്ലാവരും പറയുന്നുണ്ട് ചിരിക്കണ കാരണമാണ് ഇത്രയ്ക്കും ആരോഗ്യമെന്ന് പറയുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് എല്ലാവരും ആഫ്രിക്കയിലേക്ക് വരിക. തുംസിഫു യേശു ക്രിസ്തു. ആഫ്രിക്കയിൽ ടാൻസാനിയയിൽ വിഷ് ചെയ്യണത് അങ്ങനെയാണ്. ആദ്യം കാണുമ്പോൾ തുംസിഫു യേശു ക്രിസ്തു. എൻ്റെ പേര് സീമ, ആനി സീമ. ഉടുപ്പിട്ടത് 1972 ഗോൾഡൻ ജൂബിലി കഴിഞ്ഞു. ഓ ജൂബിലി 72 ഉടുപ്പിട്ടിട്ട് 82 ഞാൻ ആഫ്രിക്കയിലേക്ക് പോകുന്നു. എനിക്കറിഞ്ഞൂടായിരുന്നു ഇങ്ങനെ ഒരു മിഷനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. തൃശ്ശൂർ നാട്ടിൽ നിന്ന് പുറത്ത് കിടക്കാത്ത ആളാണ് ഞാൻ. 82 ജൂലൈ 20ന് സുഡാനിലേക്ക് പറന്നു. എന്നെ എടുത്തൊരു സമുദ്രത്തിൻ്റെ നടുവിലേക്കാണ് ഇട്ടു. പക്ഷേ ഞാൻ നന്നായി തുഴഞ്ഞു. ഇന്ന് വരെ എനിക്ക് ആഫ്രിക്കയിൽ ജീവിക്കാൻ പറ്റി. ഇപ്പോൾ 42 വർഷമായി. അപ്പോൾ സുഡാനിലെ ആദ്യത്തെ മിഷനറിയാണ്. സുഡാനിലെ ആദ്യത്തെ മിഷനറിൻ്റെ കൂടെ വേറെ 3 പേരും കൂടി ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് പറയുമ്പോൾ അമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട്. ഇത്രയും വർഷം നീണ്ടുപോയത് കഴിഞ്ഞു പോയത് അറിഞ്ഞേ ഇല്ല. ആഫ്രിക്കൻ മക്കൾക്ക് വേണ്ടി എന്താ പറയാ, ചോരയും നീരും എല്ലാം കൊടുത്തു. ആദ്യത്തെ എൻ്റെ മിഷൻ ഫീൽഡ് ഒന്നും പഠിക്കാത്തൊരു സ്ഥലത്തായിരുന്നു ഫാർമസി. ആ ഫാർമസിയിൽ ഒരു ഇറ്റാലിയൻ ഡോക്ടറാണ് സഹായിച്ചത്. 2 ആഴ്ച എനിക്ക് ഒരു കോച്ചിങ് തന്നു. പക്ഷെ ഞാൻ ദ ബെസ്റ്റ് ഫാർമസിസ്റ്റായി തീർന്നു അവിടെ വെച്ചിട്ട്. അങ്ങനെ 15 കൊല്ലം അവിടെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ടാൻസാനിയയിലേക്ക് വരുന്നത്. അവിടെ ഞാൻ ടീച്ചിങ്ങിലായിരുന്നു. പുതിയ സ്കൂൾ തുടങ്ങുന്നു, കൊച്ചു പിള്ളേരെ കോച്ച് ചെയ്യണ പരിപാടിയായിരുന്നു. മിഷണറിമാരുടെ പ്രത്യേകതയാണ് ഏത് ഫീൽഡ് എന്നൊന്നുമില്ല. ഇല്ല, പഠിച്ചതാണോ പഠിക്കാത്തതാണോ അവിടെ റെഡി. ആഫ്രിക്കൻ മണ്ണിൽ നിന്ന് എത്ര മക്കള് ഈശോയെ അനുഗമിക്കാനായിട്ട് വന്നിട്ടുണ്ട്? എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു 50ഓളം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല വൊക്കേഷനൊക്കെ ഉണ്ട്. നമ്മൾ അവരെ വളർത്തിയെടുക്കണ പോലെ അവർ വരും. പിള്ളേർ നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് പഠിക്കും വെച്ചോളും. പിന്നെ അവരുടെ സാഹചര്യം അതങ്ങനെയാണല്ലോ. അത്രയധികം സാഹചര്യം ഇല്ലല്ലോ അവരുടെ വീടുകളിലായാലും. അത്ര സാഹചര്യം കുറവാണ്. പക്ഷെ അവരുള്ളത് കൊണ്ട് അവർ പഠിക്കും. ഒത്തിരി പാവപ്പെട്ട മക്കളെ പഠിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. സുഡാനിലെ ഭയങ്കരമായിട്ട് ആൾക്കാർ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ യുദ്ധം ഉണ്ടായിരുന്നു. അത് ഈ ആൾക്കാർ വെള്ളത്തിൽ അടക്ക പോയസം കലക്കിയിട്ട് ആൾക്കാരവിടെ നിന്ന് ഓടിപ്പോരുക, പിള്ളേരുടെ യൂറിൻ വരെ കുടിച്ചിട്ട് ആൾക്കാർ ജീവിച്ച ഇതുണ്ട്. ലോകം വളരെയധികം സഹായിക്കുന്നുണ്ട് ഈ പാവപ്പെട്ട കൺട്രികളിൽ. റെഡ് ക്രോസൊക്കെ വന്നിട്ട് ഫുഡ് കൊടുക്കൽ, മെഡിസിൻ കൊടുക്കൽ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ സമർപ്പണത്തിന്റെ ഗോൾഡൻ ജൂബിലി കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഗോൾഡൻ ജൂബിലി ആ ഒരു ആഘോഷത്തിന് ശരിക്കും ഭയങ്കര സംതൃപ്തിയായിരുന്നു സീമാമ്മയ്ക്ക്. എനിക്ക് ഭയങ്കര സംതൃപ്തിയായിരുന്നു. സന്യാസം ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. മതിയായിട്ടില്ല. സന്യാസം മതിയാവാത്ത സിസ്റ്റർ, അത് ഭയങ്കര ഒരു ഇതല്ലേ. ഫുള്ള് പിന്നെ സീമാമ്മയെ എല്ലാവരും പറയും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാന്ന്, എപ്പോഴും ഇങ്ങനെ ചിരിച്ചിരിക്കണമെന്ന്. അതിന്റെ പിന്നിൽ എന്താണ്? കണ്ണ് നിറഞ്ഞിരിക്കാൻ. പിന്നെ ഇപ്പൊ സന്യാസികളോട്, കുഞ്ഞ് സിസ്റ്റേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഒരു മിഷണറി മിഷണറിയാണ് ഞങ്ങൾക്കൊക്കെ. ഞാൻ പറയണത് ഒരേ ഒരു കാര്യം വെച്ചാൽ നമ്മളെ തന്നെ സ്വയം മാറ്റണം. നമുക്ക് വേണ്ടി ഒന്നും മാറ്റി വയ്ക്കാണ്ട് നമ്മുടെ നേരവും നാഴികയും ഒന്നും നമുക്ക് വേണ്ടി എടുത്ത് വയ്ക്കണം. നമ്മുടെ എല്ലാം രാത്രി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യുക. ബാക്കിയുടെ പകൽ സമയം മുഴുവൻ നമ്മുടെ ശരീരം, ബുദ്ധി എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി കൊടുക്കുക. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് സന്തോഷമായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അറിഞ്ഞൂടാ, ഒന്നും മാറ്റി വയ്ക്കാൻ പാടില്ല. നമുക്ക് വേണ്ടി ഒന്നും മാറ്റി വയ്ക്കേണ്ട, മറ്റുള്ളവർക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സീമാമ്മയ്ക്ക് എപ്പോഴെങ്കിലും ഇപ്പൊ ആഫ്രിക്കയില് മടുത്തു തിരിച്ചു പോരണം? ഒരിക്കലും തോന്നിയിട്ടില്ല എനിക്ക്.
എന്നെ അധികാരികൾ വിട്ടു, ഇനി എപ്പോൾ അധികാരികൾ എന്നെ മടക്കി വിളിക്കണം അപ്പോൾ ഞാൻ തിരിച്ചു വരും, ഒരു വിഷമം വരെ. പക്ഷേ ആഫ്രിക്കയിൽ നിന്ന് പോരാന്ന് പറയുന്നത് വേദനയാണ്, എന്നാലും സാരമില്ല. അധികാരികൾ പറഞ്ഞ പിന്നെ എനിക്ക് അതിലൊരു അപ്പീലും ഇല്ല, ഞാൻ പോരും. സുഡാനിലായിരുന്നപ്പോൾ യുദ്ധമല്ലായിരുന്നത്, അവിടെ എപ്പോഴും ഷൂട്ടിങ്, ഷെല്ലിങ്, ബോംബിങ്, അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ വരും. ഒരു ദിവസം ഒരു ബോംബ് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ പിന്നിൽ വന്ന് വീണ്. ഞങ്ങൾ എല്ലാവരും വിചാരിച്ച് ഞങ്ങളൊക്കെ മരിച്ചു പോയിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, ഒരു കുഴപ്പമില്ല. വീടിൻ്റെ ചില്ലുകൾ മുഴുവൻ തകർന്നു പോയെങ്കിലും ഞങ്ങളുടെ മേത്ത് ഒരു തരി പോറിൽ പോലും ഏറ്റിട്ടില്ല. അങ്ങനെ എല്ലാത്തിൽ നിന്നും ദൈവം എന്നെ കാത്തുരക്ഷിച്ചിട്ടുണ്ട്. ഈ ഷൂട്ടിങ്ങൊക്കെ വരുമ്പോൾ നമുക്ക് പേടി വരും എല്ലാം. പിന്നെ ഈ സോൾജേഴ്സിനെ എനിക്ക് ഭയങ്കര പേടിയാണ്. അവർ അവരുടെ വസ്ത്രം ഇട്ടിട്ട് ഇങ്ങനെ റൂമിൽ എപ്പോഴും ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരു പേടിയാണ്. ഒരു പൊട്ടൻ അന്തരീക്ഷമായിരുന്നു ആ സമയത്ത് സുഡാനിലെ. പിന്നെ ഒരു പ്രാവശ്യം ടാൻസാനിയയിൽ കള്ളം കയറി ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങൾ ഇവിടേക്ക് പോയപ്പോൾ, ഇവിടെ പാതിര കുർബാനയ്ക്ക് പോയപ്പോൾ കള്ളം കയറി, മുറി കയറി. കള്ളൻ അറിയണ കള്ളനാണെന്നാണ് പറയണത്. അവർ കൃത്യമായിട്ട് അറിയായിരുന്നു. വന്ന് കാണുമ്പോൾ നമുക്ക് പേടി തോന്നും. എന്നുവെച്ചാൽ എല്ലാ വാതിലും തുറന്നിട്ട് വാതിലൊക്കെ തല്ലിപ്പൊളിച്ച്, പിന്നെ കമ്പ്യൂട്ടർ, ഫോൺ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു അവർ കൊണ്ടുപോയി. അങ്ങനെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായി. അത് വല്ലാത്ത പേടിപ്പെടുത്തി. ആഫ്രിക്കൻ മണ്ണിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യവതിയായിട്ടിരിക്കുക. അതറിഞ്ഞൂടെ. ആഫ്രിക്കയിലേക്കുള്ള ഒരു വിളിയാണത്. എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. അതിലെനിക്ക് ദൈവം കനിഞ്ഞ് കടാക്ഷിച്ചിട്ടുണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ. ആരോഗ്യപരമായിട്ടും എല്ലാം കൊണ്ടും, ആധ്യാത്മികമായിട്ടും, ചുരുക്കി പറഞ്ഞാൽ ആധ്യാത്മികമായിട്ടും എന്നെ ദൈവം വളർത്തിയിരിക്കുകയാണ്. അല്ലാണ്ട് എന്നെ താഴ്ത്തിയിട്ടില്ല. ഒരു 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 തലവേദന പോലും എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, തുടക്കത്തിൽ ഒരു മലേറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും വളരെ നിസ്സാരമായിട്ട് ഒരു വലിയ ഡോക്ടറെ കാണുക, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ദൈവം ഇന്ന് വരെ എനിക്ക് ആരോഗ്യം തന്നതിന് എന്നും ഞാൻ കൃതാർത്ഥതയുള്ളതാണ്. എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ചിരിക്കണ കാരണമാണ് ഇത്രയ്ക്കും ആരോഗ്യമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അതുപോലെ ചെയ്തു. എല്ലാവരെയും ആഫ്രിക്കയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ചിരിച്ചുകൊണ്ട് എല്ലാവരും ആഫ്രിക്കയിലേക്ക് വരിക.